ഹായ് സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സിൻ്റെ സ്കോപ്പാണ് കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്താണെന്നുള്ളതും അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ ഫംഗ്ഷനും നമ്മൾ സ്റ്റഡി ചെയ്തു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്കോപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ വേർ വി യൂസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. നമുക്ക് ഏതൊക്കെ ബിസിനസ്സിൻ്റെ ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് QT യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു ടോപ്പിക് കാണാം, QT ആൻഡ് അതർ ഡിസിപ്ലിൻ. QT എന്ന് പറയുന്ന ഒരു ഡിസിപ്ലിനാണ്, ഒരു സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റ് നമുക്ക് വേറെ പല സബ്ജക്റ്റുകളിൽ നമുക്ക് കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റും. എക്കണോമിക്സ്, പൊളിറ്റിക്സ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, ഇതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, QT നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക കേട്ടോ. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് സ്കോപ്പ് അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് എന്നുള്ളത്. മെയിനായിട്ട് 8 ഏരിയകളിലാണ് ബിസിനസ്സിൽ നമുക്ക് QT യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഫിനാൻസിങ്. ഫിനാൻസിങ് എന്ന് പറയുന്നത് നമുക്കറിയാം മെയിനായിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ, ബിസിനസ്സിലെ ഒരു മെയിനായിട്ടുള്ള ഒരു ഏരിയ ആണ് ഫിനാൻസിങ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഏതെങ്കിലും ഒരു പുതിയൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു പുതിയൊരു ബ്രാഞ്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഏർണിങ്സ് കിട്ടും, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, QT യൂസ് ചെയ്യാം. അപ്പം ഗസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് മാത്തമെറ്റിക്കലി കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് QT യൂസ് ചെയ്യാൻ പറ്റും. മെയിനായിട്ട് ഫിനാൻസിങ്ങിൽ യൂസ് ചെയ്യുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും ഒക്കെ പ്രിപ്പയർ ചെയ്യാനാണ് ഫിനാൻസിങ്ങിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. പർച്ചേസിംഗ് എന്ന് പറയുന്നത് പ്രൊക്യൂറിംഗ് ഓഫ് റോ മെറ്റീരിയൽസ് നമ്മൾ സപ്ലയറെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. ആ പർച്ചേസ് ചെയ്യുന്നതിന് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ QT യൂസ് ചെയ്യാവുന്നുണ്ട്. അതായത് നമ്മൾ ഹൗ മച്ച് റോ മെറ്റീരിയൽസ് പർച്ചേസ്ഡ് അല്ലെങ്കിൽ നമ്മൾ ആ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, ഏത് കോസ്റ്റുള്ള മെറ്റീരിയൽസ് നമ്മൾ പർച്ചേസ് ചെയ്യണം, ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളെ QT ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഓർഡറിങ് ക്വാണ്ടിറ്റി മെയിനായിട്ട് വരുന്നത് കേട്ടോ. ഓർഡർ ക്വാണ്ടിറ്റി എത്ര ഓർഡർ ചെയ്യണം എന്നുള്ളതും റീഓർഡർ ലെവൽ, നമ്മൾ അങ്ങനെയാണ് റീഓർഡർ ലെവൽ, അതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. നമ്മൾ എത്ര മെറ്റീരിയൽസ് എത്തുന്ന സമയത്താണ് പുതിയ ഓർഡർ കൊടുക്കേണ്ടത്, ഇതൊക്കെ നമുക്ക് QT യൂസ് ചെയ്തിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നെക്സ്റ്റ് പറയുന്നത് മാനുഫാക്ചറിങ്ങിൽ നമ്മൾ മെയിനായിട്ട് QT യൂസ് ചെയ്യുന്നത് ഹൗ മച്ച് ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ്ഡ്. ഈ ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് QT യൂസ് ചെയ്യാനുണ്ട്. അപ്പം നമ്മളെ കയ്യിൽ എത്ര റോ മെറ്റീരിയൽസ് ഉണ്ട്, ആ റോ മെറ്റീരിയൽസ് വെച്ചിട്ട് എത്ര ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഈ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് മാനുഫാക്ചറിങ് യൂസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കസ്റ്റമേഴ്സിനെ കണ്ടുപിടിക്കുക കേട്ടോ. ഐഡൻറ്റിഫൈങ് കസ്റ്റമേഴ്സാണ് മാർക്കറ്റിങ്ങിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ കസ്റ്റമേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്തതിന് ശേഷം വിച്ച് ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് മിക്സ് എങ്ങനെയാണ്, ഏതൊക്കെ പ്രൊഡക്റ്റിൻ്റെ കോമ്പിനേഷൻസ് ആണ് വേണ്ടത്, ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് QT നമുക്ക് ആപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷനിൽ മെയിനായിട്ട് വെയർ ഹൗസ് ആണ് വരുന്നത് കേട്ടോ. ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത് വെയർ ഹൗസസ് ആണ്. നമുക്ക് ആ വെയർ ഹൗസിൻ്റെ ലൊക്കേഷൻ എവിടെ വേണം അല്ലെങ്കിൽ വെയർ ഹൗസിൻ്റെ സൈസ് എത്ര വേണം എന്നൊക്കെ തീരുമാനിക്കാൻ നമ്മളെ QT ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വരുന്നത് പേഴ്സണൽ മാനേജ്മെന്റ് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ച ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു ഓർഗനൈസേഷനിൽ നമ്മളുള്ള സമയത്ത് നമുക്ക് റിക്രൂട്ട്മെന്റിനാണെങ്കിലും സെലക്ഷൻ ആണെങ്കിലും ഒക്കെ നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ അസ്യൂം ചെയ്യാം നമ്മളെ പ്രൊഡക്ഷൻ ഇത്ര ആവുന്ന സമയത്ത് ഇത്ര എംപ്ലോയീസിന് ആവശ്യമുണ്ടാകും, അല്ലെങ്കിൽ സീസൺ ആവുന്ന സമയത്ത് ഇത്ര എംപ്ലോയീസിന് നമ്മൾ റിക്രൂട്ട് ചെയ്യേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് QT യൂസ് ചെയ്തിട്ടാണ്. ദെൻ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ R&D എന്ന് പറയുന്നത് നമ്മൾ പുതിയൊരു കാര്യം നമ്മൾ എവിടെയെങ്കിലും റിസർച്ച് ചെയ്യുക, നമ്മൾ ഏതെങ്കിലും ഒരു ഏരിയ, നമ്മളെ ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു ഏരിയ റിസർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ കൂടുതലൊന്നും ഡീപ്പായിട്ട് നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് QT ആപ്ലിക്കബിൾ ആണ്. ലാസ്റ്റ് വൺ സോഷ്യോ എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞത് ബിസിനസ്സിലുമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. സോഷ്യോ എക്കണോമിക് പ്രോബ്ലം എന്ന് പറയുന്നത് സൊസൈറ്റിയിലുള്ള ചില ഇഷ്യൂസ് നമുക്ക് സോൾവ് ചെയ്യാൻ QT ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ട്രാഫിക് ഇഷ്യൂസ്, ആ ട്രാഫിക് ക്യൂസ് എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ പിന്നെ ട്രാൻസ്പോർട്ടിൻ്റെ ഫെയർ സ്ട്രക്ചർ. അപ്പം നമ്മൾ ചില സമയത്ത് പിന്നെ ബസ്സിൻ്റെ റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫെയർ ചാർജ് ഒക്കെ കൂട്ടാറുണ്ട് അല്ലേ. അപ്പോൾ ആ കൂട്ടുന്ന സമയത്ത് ഏതൊക്കെ കോസ്റ്റ് വരും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ കോസ്റ്റ് കുറയും, ഏതൊക്കെ ബേർഡൻസ് ഒഴിവാകും, ഈ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ QT ബേസ് ചെയ്തിട്ടാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് സ്കോപ്പ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്. സോ ഒന്നുകൂടെ പറയാം, ഫിനാൻസിങ്,
ഫിനാൻസിങ്ങിൽ മെയിനായിട്ട് വരുന്നത് ക്യാഷ് ഫ്ലോയും ക്യാപിറ്റൽ ബജറ്റാണ്. ദെൻ പർച്ചേസിങ്, മാനുഫാക്ചറിങ്, മാർക്കറ്റിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, പേഴ്സണൽ മാനേജ്മെന്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, സോഷ്യോ എക്കണോമിക് പ്രോബ്ലംസ്. അപ്പോൾ ഇത്രയും ഏരിയാസിൽ വി ക്യാൻ യൂസ് ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ്. സോ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ആപ്ലിക്കേഷൻ ഓഫ് QT ഇൻ ബിസിനസ്. നമുക്ക് ബിസിനസ്സിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് QT അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമ്മളിപ്പം പറഞ്ഞു സ്കോപ്പിൽ പറഞ്ഞു QT എങ്ങനെയൊക്കെയാണ് നമുക്ക്, അല്ലെങ്കിൽ ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് ആപ്ലിക്കബിൾ ആണെന്നുള്ളത്. അപ്പം ബിസിനസ്സിൽ മാത്രമായിട്ട് QTയുടെ പർപ്പസ് എന്താണ്, അല്ലെങ്കിൽ എവിടെയൊക്കെ നമുക്ക് ഇറ്റ്സ് ആപ്ലിക്കബിൾ എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് വൺ, ഇൻവെന്ററി കൺട്രോൾ. ഇൻവെന്ററി എന്ന് പറയുന്നത് എന്താണ്? സ്റ്റോക്ക് ആണ് അല്ലേ, അതായത് റോ മെറ്റീരിയൽസും വർക്ക് ഇൻ പ്രോഗ്രസ്സും ഫിനിഷ്ഡ് ഗുഡ്സും ദാറ്റ് എല്ലാം ഉൾക്കൊള്ളുന്നതാണ് എന്ത് ഇൻവെന്ററി എന്ന് പറയുന്നത്. ഇൻവെന്ററിയിൽ ഏതൊക്കെ വരുന്നുണ്ട്? വർക്ക് ഇൻ പ്രോഗ്രസ് വരുന്നുണ്ട്, റോ മെറ്റീരിയൽസ് വരുന്നുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സ് വരുന്നുണ്ട്. ഈ 3 കാര്യങ്ങളും കൂടുള്ളതാണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. അപ്പൊ ഇൻവെന്ററി കൺട്രോൾ ചെയ്യാൻ നമ്മൾ നേരത്തെ പറഞ്ഞു, പർച്ചേസിംഗിൽ പറഞ്ഞു അല്ലെ. പർച്ചേസ് എന്ന് പറഞ്ഞാൽ റോ മെറ്റീരിയൽസ് പ്രൊക്വയർ ചെയ്യാം, സപ്ലയറെ കയ്യിൽ നിന്ന് റോ മെറ്റീരിയൽസ് പ്രൊക്വയർ ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതേ സെയിം ആപ്ലിക്കേഷൻ തന്നെയാണ് ഇവിടെ വരുന്നത്, ഇൻവെന്ററി കൺട്രോൾ. നമ്മൾ എത്രയാണ് ഇൻവെന്ററി അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഹോൾഡിംഗ് കോസ്റ്റും ഓർഡറിംഗ് കോസ്റ്റും. നമുക്കൊരു ഇൻവെന്ററി ഓർഡർ ചെയ്യാൻ എത്ര കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇൻവെന്ററി സ്റ്റോക്ക് നമ്മൾ സപ്ലയർ എടുത്ത് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും, ഓർഡറിംഗ് കോസ്റ്റ് ഒക്കെ വരും അല്ലേ. പിന്നെ നമ്മൾ ഒരുപാട് ബൾക്കായിട്ട് നമ്മൾ സാധനങ്ങൾ ഓർഡർ ചെയ്ത് സപ്ലയറെ കയ്യിൽ നിന്ന് വാങ്ങി നമ്മളെ കയ്യിൽ വെക്കുന്ന സമയത്ത് നമുക്ക് ഹോൾഡിംഗ് കോസ്റ്റും വരും. നമ്മൾ അത് എവിടെയെങ്കിലും ഡാമേജ് ഒന്നും ഇല്ലാതെ ഹോൾഡ് ചെയ്യണം. അപ്പൊ ഈ 2 കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ഇൻവെന്ററി കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പം നമ്മൾ എപ്പോഴാണ് ഓർഡർ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ പുതിയ ഓർഡർ എപ്പോൾ നടത്തണം എന്ന കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? QT ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നത് PERT ആൻഡ് CPM. PERT എന്ന് പറയുന്നത് QTയിൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. BNSലൊക്കെ നമ്മൾ പഠിക്കാനുണ്ട്. പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്കാണ് PERT എന്ന് പറയുന്നത്. അതേപോലെ CPM എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷനാണെങ്കിലും മാർക്കറ്റിങ്ങിനാണെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു നമ്പർ ഓഫ് മെത്തേഡ്സ് ഉണ്ടല്ലേ, ഓരോന്നിനും ഒരുപാട് മെത്തേഡുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഇവന്റ് അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ, അതായത് ഈസിയസ്റ്റ് ആയിട്ടുള്ളതും ഏർലിയസ്റ്റ് ആയിട്ട് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി ആയിരിക്കാം നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ അത് ഏത് മെത്തേഡ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ PERTും CPMും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ PERT ആൻഡ് CPM ആർ ദ സം കോമ്പണൻസ് ഓഫ് QT. നെക്സ്റ്റ് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ്. മൂന്നാമത്തെ ആപ്ലിക്കേഷനാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് QTയിലുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് ഒപ്റ്റിമൽ അലൊക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മളെ കയ്യിലുള്ള സ്കെയർ റിസോഴ്സസ് നമ്മൾ മാക്സിമം അലൊക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാക്സിമം നമ്മൾ സ്കെയർ റിസോഴ്സസ് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് ആണ്. നെക്സ്റ്റ് ഡിസിഷൻ ട്രീസ് അനാലിസിസ് ആൻഡ് സിമുലേഷൻ. ഡിസിഷൻ ട്രീ അനാലിസിസ്, ഈ സിമുലേഷൻ ഒക്കെ നമ്മൾ QTയിൽ വരുന്ന ടെക്നിക്കാണ്. ആ ടെക്നിക്ക് ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? അൺസർട്ടനിറ്റി അല്ലെങ്കിൽ റിസ്ക് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് റിസ്ക് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അല്ലെ, എന്താണ് ഫ്യൂച്ചറിൽ നടക്കുന്നെന്നുള്ള. അപ്പൊ അത് അങ്ങനെ റിസ്ക് വരുന്ന സമയത്ത് നമ്മൾ അതിനെങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഡിസിഷൻ ട്രീസ് അനാലിസിസും സിമുലേഷനുമാണ്. അപ്പൊ ഇതൊക്കെ എന്താണ്? QTയിൽ വരുന്ന ടെക്നിക്കുകളാണ്. ആ ടെക്നിക്ക് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബിസിനസ്സിൽ അത് ആപ്ലിക്കബിൾ ആക്കും. നെക്സ്റ്റ് പറയുന്നത് ക്യൂയിങ് തിയറി. ക്യൂയിങ് തിയറി എന്ന് പറയുന്നതും QTയിലുള്ള ഒരു ടെക്നിക്കാണ്. അപ്പോൾ ആ ക്യൂയിങ് തിയറി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? മിനിമൈസ് കോസ്റ്റ് ഓഫ് വെയിറ്റിംഗ് ആൻഡ് സർവീസിങ് ദ കസ്റ്റമേഴ്സ്. നമുക്ക് കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യാനും, അതേപോലെ വെയിറ്റിംഗ് കോസ്റ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയൊരു ഓർഡർ കൊടുത്തിട്ട് ആ ഓർഡറിന് കസ്റ്റമേഴ്സ് ഒരുപാട് സമയം വെയിറ്റ് ചെയ്യാം, ആ ഒരു കാര്യമൊക്കെ അവോയ്ഡ് ചെയ്യാൻ നമ്മളെ ക്യൂയിങ് തിയറി യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ദെൻ ലാസ്റ്റ് വൺ റീപ്ലേസ്മെന്റ് തിയറി. QTയിൽ വരുന്ന ഒരു തിയറിയാണ് റീപ്ലേസ്മെന്റ് തിയറി. സോ റീപ്ലേസ്മെന്റ് തിയറി യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എപ്പോഴാണ് നമ്മളെ കയ്യിലുള്ള ഒരു എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഒരു മെഷീനറി എപ്പോഴാണ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടത്, റീപ്ലേസ് ചെയ്യേണ്ടത് നമുക്ക് പിന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റീപ്ലേസ്മെന്റ് തിയറിയാണ്. അപ്പം നമ്മളെ കയ്യിൽ ഒരു മെഷീനറി ഉണ്ട്, അത് 10 വർഷം കഴിഞ്ഞാൽ നമ്മൾ അത് റീപ്ലേസ് ചെയ്യണം. അങ്ങനെയുള്ള ഒരു മെഷീനറി ആണെങ്കിൽ അത് എത്ര കാലം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം അതിൽ നിന്ന് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നുണ്ട്, ഈ കാര്യങ്ങൾക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തിയറിയാണ് റീപ്ലേസ്മെന്റ് തിയറി. സോ നമ്മൾ
ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആപ്ലിക്കേഷൻ ആണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഓഫ് QT ഇൻ ബിസിനസ് ആണ്. ബിസിനസ്സിൽ നമ്മൾ QT ഏതൊക്കെ രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പം ഇൻവെന്ററി കൺട്രോൾ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് PERT ആൻഡ് CPM, ലീനിയർ പ്രോഗ്രാമിംഗ്, ഡിസിഷൻ ട്രീസ് അനാലിസിസ് ആൻഡ് സിമുലേഷൻ, ക്യൂയിങ് തിയറി ആൻഡ് റീപ്ലേസ്മെന്റ് തിയറി. പിന്നെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് PERT എന്താന്നുള്ളതും CPM എന്താന്നുള്ളത് കേട്ടോ. PERT എന്ന് പറയുന്നത് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നിക്, CPM എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ്. ഇത്രയാണ് ആപ്ലിക്കേഷനിൽ വരുന്നത്. ലാസ്റ്റ് വരുന്നത് ഈ ഏരിയയിൽ വരുന്നതാണ് ലിമിറ്റേഷൻസ് ഓഫ് QT എന്ന് പറയുന്നത്. അപ്പം QTന്റെ ലിമിറ്റേഷനിൽ വരുന്നത് മെയിനായിട്ട് വരുന്നത് ഫസ്റ്റ് എക്സ്പെൻസീവ് ആണ്. ഇപ്പം QT എന്ന് പറയുന്നത് കാൽക്കുലേഷൻസ് ഒക്കെ ആണ്, അതിന് നമ്മളൊരു എക്സ്പേർട്ടിന് വേണ്ടി വരും. അപ്പം അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് പറയുന്നത് നോട്ട് എ കംപ്ലീറ്റ് ഡിസിഷൻ മേക്കിംഗ് ടൂൾ. നമ്മൾ ഡെഫിനേഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ട് QT ഡിസിഷൻ മേക്കേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് എ കംപ്ലീറ്റ് ടൂൾ. നമുക്കൊരു QT അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് നമ്മളെ കയ്യിലുണ്ടെന്ന് വിചാരിച്ചിട്ട് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസിഷൻസ് എടുക്കാൻ പറ്റില്ല. ഡിസിഷൻസ് എടുക്കണമെങ്കിൽ നമ്പർ ഓഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് മാത്രമാണ് എന്ത് QT എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇറ്റ് ഇൻക്ലൂഡ്സ് മാത്തമെറ്റിക്കൽ മോഡൽസ് ആൻഡ് ഇക്വേഷൻസ്. ഒരുപാട് അസംഷൻസും ഇക്വേഷൻസും ഒക്കെ വരുന്നതാണ് QT എന്ന് പറയുന്നത്. ചില സമയത്ത് ഇറ്റ്സ് മേക്ക് കോംപ്ലക്സ്, നമുക്ക് ഒരു ഡിഫിക്കൽട്ട് ആവും ചില കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ. The last one, it is not considered intangible facts like skill, attitudes, etc. ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള നമുക്ക് ഒരു എംപ്ലോയീസിൻ്റെ സ്കില്ല് അല്ലെങ്കിൽ അതേപോലെ ആറ്റിറ്റ്യൂഡ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, QTയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ പിന്നെ മൂന്നാമത്തേത് പറഞ്ഞു മാത്തമെറ്റിക്കൽ മോഡൽസും ഇക്വേഷൻസും ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അതിൽ അവിടെ എന്തിന് വാല്യൂ ഇല്ല, സ്കില്ലിനും ആറ്റിറ്റ്യൂഡിനും ബിഹേവിയറിനൊന്നും വാല്യൂ ഇല്ല. ജസ്റ്റ് നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് മാത്രം വെച്ചിട്ടാണ് നമ്മൾ അസംഷൻസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ QTയിൽ നമ്മൾ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് കവർ ചെയ്തു. ഫങ്ഷൻസ് ഓഫ് QT പറഞ്ഞു. ഫങ്ഷൻസിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പിന്നെ ക്യാപിറ്റൽ റിസോഴ്സസ് അലൊക്കേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, പുതിയൊരു സ്ട്രാറ്റജി യൂസ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് പറഞ്ഞു. ദെൻ QT ആൻഡ് അതർ ഡിസിപ്ലിനിൽ നമ്മൾ എക്കണോമിക്സ്, പിന്നെ സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് QT യൂസ് ചെയ്യാം. ദെൻ സ്കോപ്പ് ഓഫ് QT പറഞ്ഞു, ഏതൊക്കെ ഏരിയാസിൽ നമുക്ക് QT ആപ്ലിക്കബിൾ ആണ്. ദെൻ നമ്മൾ ആപ്ലിക്കേഷൻ ഓഫ് QT ഇൻ ബിസിനസ്, ഇത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആപ്ലിക്കേഷൻ ഓഫ് QT ഇൻ ബിസിനസ് ചോദിക്കാറുണ്ട്. ദെൻ ലിമിറ്റേഷൻസ് ഓഫ് QT, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ ഈ ചാപ്റ്ററിൽ വരുന്ന മെയിനായിട്ട് വരുന്ന ഒരു എസ്സേ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് QT എന്ന് പറയുന്നത്. QTനെ നമ്മൾ മെയിനായിട്ട് 3 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇതിൽ പറയുന്നത്. സോ ആ ക്ലാസിഫിക്കേഷൻ നമുക്ക് ഒന്നും കൂടി ഈസി ആവുക നമ്മൾ ചാപ്റ്റേഴ്സ് തുടങ്ങി കഴിയുമ്പോഴാണ്. കാരണം നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഈ ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ ചാപ്റ്റേഴ്സ് തുടങ്ങി കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വർക്ക് തരുന്നുണ്ട്. ഇപ്പം നിങ്ങളത് ലീവ് ചെയ്യാം കേട്ടോ. ഇപ്പം ഫസ്റ്റ് മൊഡ്യൂളിൽ കഴിഞ്ഞു, ഇത്രയും കാര്യങ്ങളാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്നത്.